This is 24. നമസ്കാരം. ഇലക്ഷൻ ഗേറ്റിലേക്ക് സ്വാഗതം. കേരള കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങളുടെ പരിണതി എന്തായിരിക്കുമെന്ന് തിങ്കളാഴ്ച നമുക്കറിയാം. കാരണം കോൺഗ്രസും കേരള കോൺഗ്രസ് മാണി വിഭാഗവും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ച നടക്കാൻ പോകുന്നത് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ചത്തെ ചർച്ചയിലും പി ജെ ജോസഫ് 2 സീറ്റ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് വേണമെന്നുള്ള നിലപാടിൽ ഉറച്ചു നിന്നാൽ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് കേരള കോൺഗ്രസ് മാണി വിഭാഗം 2 പാർട്ടിയായി മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെ മാറിയാൽ തന്നെ 2 പാർട്ടികളും UDF-നൊപ്പം തുടരാനും സാധ്യതയുണ്ട്. പക്ഷെ പിന്നീടും പ്രശ്നങ്ങൾ ബാക്കി നിൽക്കുകയാണ്. ഏത് സീറ്റ്, ഒരു സീറ്റാണ് അനുവദിക്കുന്നതെങ്കിൽ ആ സീറ്റ് ആർക്ക് നൽകണം എന്നതടക്കമുള്ള വിഷയങ്ങൾ. എല്ലാവരും പ്രതീക്ഷിക്കുന്നത്, രാഷ്ട്രീയ കേരളം പ്രതീക്ഷിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് സംഭവിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സംഭവം അതുതന്നെയായിരിക്കും എന്നാണ്. ഇലക്ഷൻ ഗേറ്റിലേക്ക് വീണ്ടും സ്വാഗതം. പ്രധാന വാർത്തകൾ. കോൺഗ്രസ് കേരള കോൺഗ്രസ് ഉഭയകക്ഷി ചർച്ച തിങ്കളാഴ്ച. പി ജെ ജോസഫ് ഇടഞ്ഞു തന്നെ, ഭിന്നത കാര്യമാക്കാതെ കോൺഗ്രസ്. ഇതെല്ലാം പാഴ്വടികളാണ് അദ്ദേഹത്തിൻ്റെ. അതുകൊണ്ട് ശരിയായിട്ട് അദ്ദേഹം വെടിവെക്കട്ടെ. അപ്പം നമുക്ക് അതിന് പരിശീലനം കിട്ടിയെന്ന് തോന്നിയാൽ ഈ കാര്യം ആലോചിക്കാം. പി ജെ ജോസഫിനെ പരിഹസിച്ച് കോടിയേരി ബാലകൃഷ്ണൻ. ജോസഫ് വിഭാഗം പുറത്തു വന്നാൽ സ്വാഗതം ചെയ്യുമെന്നും ആർ ബാലകൃഷ്ണപിള്ള. ബംഗാളിലടക്കം ഒരിടത്തും കോൺഗ്രസുമായി CPIM കൂട്ടുകെട്ടില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. കോൺഗ്രസുമായി തെരഞ്ഞെടുപ്പിന് മുൻപ് സഖ്യമുണ്ടാക്കില്ലെന്ന് ജനതാദളും. മൂന്നാം മുന്നണി ഇപ്പോൾ ചർച്ചയിലില്ലെന്നും ദേവഗൌഡ. അണികളെ സജ്ജമാക്കാൻ മുന്നണികളുടെ യാത്ര തുടരുന്നു. LDF വടക്കൻ കേരള ജാഥയ്ക്ക് കാസർഗോഡ് തുടക്കം. മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ജനമഹായാത്ര എറണാകുളം ജില്ലയിൽ. ആറ്റിങ്ങൽ നിലനിർത്താൻ ഒരുങ്ങി CPIM. സമ്പത്തിന് തുടർച്ചയായ 3ാം തവണയും അവസരം നൽകിയേക്കും. അടൂർ പ്രകാശിനെ കളത്തിലിറക്കി മണ്ഡലം പിടിക്കാൻ കോൺഗ്രസ്. BJPയുടെ മനസ്സ് TP സെൻകുമാർ. കേരള കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നങ്ങളിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത്. ഇലക്ഷൻ ലീഡ്. സ്ഥാനാർത്ഥി കാര്യത്തിൽ ജോസഫ് വിഭാഗം ഉറച്ചു നിൽക്കുന്നതിനിടെയാണ് കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ച തിങ്കളാഴ്ച വച്ചിരിക്കുന്നത്. ജോസഫ് UDF വീടില്ലെന്ന് ഏറെക്കുറെ ഉറപ്പിച്ച സാഹചര്യത്തിൽ LDF കേരള കോൺഗ്രസിലെ ഭിന്നത അത്ര കാര്യമാക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് കോടിയേരി ബാലകൃഷ്ണൻ ഇതൊക്കെ പാഴ്വടികളാണ് എന്ന് ആദ്യമേ പറഞ്ഞത്. മാത്രമല്ല, അറിയുന്ന വിവരം അനുസരിച്ച് അങ്ങനെ ഒരു പിളർപ്പുണ്ടായാൽ UDF-നുള്ളിൽ തന്നെ നിൽക്കുമെന്ന് രമേശ് ചെന്നിത്തലയെയും ഉമ്മൻചാണ്ടിയെയും ഒക്കെ പി ജെ ജോസഫ് അറിയിച്ചിട്ടുണ്ട് എന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. റിപ്പോർട്ടിലേക്ക്. 2 സീറ്റെന്ന ആവശ്യത്തിൽ ജോസഫ് വിഭാഗം ഉറച്ചു നിൽക്കുന്നു. ഒരു സീറ്റേ ലഭിക്കുന്നുള്ളൂവെങ്കിൽ ആ സീറ്റിൽ മത്സരിക്കേണ്ടത് ജോസഫ് വിഭാഗമെന്നും ആവശ്യം. 2 സീറ്റ് വേണമെന്ന് കോൺഗ്രസിനോട് ആവശ്യപ്പെടുമെങ്കിലും കടുംപിടുത്തം നടത്തില്ല KM മാണി. മത്സരിക്കാൻ കിട്ടുന്ന ഏക സീറ്റും സ്വന്തമെന്ന് മാണി വിഭാഗം. രാജ്യസഭാ സീറ്റും ലോക്സഭാ സീറ്റും മാണിക്ക് കിട്ടുന്ന അമർഷത്തിൽ പൊട്ടിത്തെറിക്കൊരുങ്ങി ജോസഫ്. തിങ്കളാഴ്ച ഒറ്റ ദിവസം കൊണ്ട് ഘടകകക്ഷികളുമായി സീറ്റ് ചർച്ച പൂർത്തിയാക്കാനിരിക്കുകയാണ് കോൺഗ്രസ്. ജോസഫ് ഗ്രൂപ്പ് പിടിവാശി തുടർന്നാൽ അനുനയ ശ്രമം കോൺഗ്രസ് നടത്തിയേക്കും. 1-ൽ കൂടുതൽ സീറ്റ് നൽകില്ലെന്നുറപ്പ്. ഇതിനിടെ ജോസഫിനെ LDF-ലേക്ക് ക്ഷണിച്ച് ആർ ബാലകൃഷ്ണപിള്ള. ജോസഫ് UDF വിടില്ലെന്ന് CPIM-നറിയാം. അതുകൊണ്ട് കേരള കോൺഗ്രസിൽ കുളം കലക്കാൻ CPIM തയ്യാറുമല്ല. ജോസഫിൻ്റേത് പാഴ്വടി എന്ന കോടിയേരിയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നത് ഇതാണ്. ജോസഫ് ഗ്രൂപ്പാകട്ടെ UDF-ൽ പ്രത്യേക ഘടകകക്ഷിയാകാനുള്ള ഒരുക്കത്തിലുമാണ്. ഇലക്ഷൻ ഡെസ്ക് 24. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മിക്കവാറും സംസ്ഥാനങ്ങളിൽ മഹാഗഠബന്ധനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. അതല്ലാത്ത ഇടങ്ങളിൽ സഹകരിച്ചു പോകാനാണ് മിക്കവാറും പാർട്ടികളുമായി കോൺഗ്രസ് ആലോചിക്കുന്നത്. CPIM-ഉം കോൺഗ്രസും തമ്മിൽ പശ്ചിമ ബംഗാളിൽ ഒരു കൂട്ടുകെട്ടുണ്ടാകുമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ധാരണയുണ്ടാകുമെന്നോ ഒക്കെ വാർത്ത നേരത്തെ തന്നെ വന്നു കഴിഞ്ഞു. അവിടുത്തെ CPM-ഉം കോൺഗ്രസും അത് ആഗ്രഹിക്കുന്നുമുണ്ട്. കാരണം കേരളത്തിന് വെളിയിൽ സ്ഥിതി അത്ര ആശാവഹമല്ല. ത്രിപുരയിലാവട്ടെ, ബംഗാളിലാവട്ടെ, എവിടെയെല്ലാം CPM-ന് സാന്നിധ്യമുള്ള പ്രദേശത്തെല്ലാം കോൺഗ്രസുമായി സഖ്യത്തിൽ പോകാൻ അല്ലെങ്കിൽ ഒരു കൂട്ടുകെട്ടിൽ പോകാൻ, ധാരണയിൽ പോകാനൊക്കെ തന്നെയാണ് അവർ ആലോചിക്കുന്നത്. പക്ഷേ കേരളത്തിൽ അത് ആ മട്ടിൽ അവതരിപ്പിക്കാൻ കഴിയില്ല എന്നതുമാണ് വാസ്തവം. കാരണം ഇവിടെ നേരിട്ട് ഏറ്റുമുട്ടുകയാണല്ലോ ഈ 2 പാർട്ടികളും. ബംഗാളിലടക്കം ഒരിടത്തും കോൺഗ്രസുമായി CPIM-ന് കൂട്ടുകെട്ടില്ല എന്നാണ് അതുകൊണ്ട് തന്നെ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഇടതുമുന്നണിയുടെ ആത്മവിശ്വാസം കൂട്ടിയിട്ടുണ്ട്. NSS അംഗങ്ങളിൽ ഭൂരിപക്ഷവും LDF-നൊപ്പമാണ്.
കേരള കോൺഗ്രസിൽ കലാപ നേതൃത്വം നൽകുന്ന PJ ജോസഫിനെ കോടിയേരി പരിഹസിക്കുകയും ചെയ്തു. കേരള കോൺഗ്രസിൽ കലാപം നടത്തുന്ന PJ ജോസഫിനെ ഇടതുമുന്നണിക്കൊപ്പം കൂട്ടുമോ? PJ ജോസഫ് ഇടയ്ക്കിടെ ഇങ്ങനെ ചില വെടിയൊക്കെ പൊട്ടിക്കും, പക്ഷെ അത് ലക്ഷ്യത്തിലെത്താൻ പോകുന്നില്ല. അത് ഇങ്ങനെ പൊയ്വടി വെക്കാതെ ശരിക്കും വെടിവെക്കാൻ PJ ജോസഫ് പഠിക്കണം. ഇതെല്ലാം പാഴ്വടികളാണ് അദ്ദേഹത്തിൻ്റെ. അതുകൊണ്ട് ശരിയായിട്ട് അദ്ദേഹം വെടിവെക്കട്ടെ, അപ്പം നമുക്ക് അതിന് പരിശീലനം കിട്ടിയെന്ന് തോന്നിയാൽ ഈ കാര്യം ആലോചിക്കാം. NSS നേതൃത്വം CPM-നെതിരാണല്ലോ എന്ന് ചോദ്യം. NSS പ്രതിദാനം ചെയ്തത് ഒരു സമുദായത്തെയാണ്. ആ സമുദായത്തിലെ മഹാഭൂരിപക്ഷം ഇടതുപക്ഷത്തിനാണുള്ളത്. അതുകൊണ്ട് NSS നേതൃത്വത്തിന് ചിലപ്പോൾ എന്തെങ്കിലും വിപ്രതിപത്തി ഉണ്ടാകാം. അതവർ പ്രകടിപ്പിച്ചുകൊള്ളട്ടെ. അതവരുടെ അഭിപ്രായമായിട്ട് ഞങ്ങൾ കണക്കാക്കും. ഞങ്ങൾ അവരുടെ ശത്രുതാപരമായ നിലപാട് ഞങ്ങൾക്കില്ല. തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പും പാർലമെന്റ് തെരഞ്ഞെടുപ്പും വ്യത്യസ്തമല്ലേ? ഇപ്പം നിങ്ങൾക്ക് വോട്ട് ചെയ്തിട്ട് എന്താണ് കാര്യം എന്ന് ചോദിച്ച ഇലക്ഷൻ 2004 വാജ്പേയി പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്നു. അന്നാണ് കേരളത്തിൽ ഇടതുപക്ഷ തരംഗമുണ്ടായത്. 20 സീറ്റിൽ 18 സീറ്റ് ഇടതുപക്ഷം നേടിയത് ഈ ചോദ്യം ചോദിച്ച സന്ദർഭത്തിലാണ്. സീറ്റ് വിഭജനം സംബന്ധിച്ച ശുഭവാർത്ത ഉടൻ കേൾക്കാമെന്നും കോടിയേരി പറഞ്ഞു. 24 തിരുവനന്തപുരം. മഹാഗഠബന്ധനെക്കുറിച്ചുള്ള ആലോചനയിൽ കോൺഗ്രസുമായി സഖ്യത്തിലെത്താൻ സാധ്യതയുള്ള ഒരു പാർട്ടിയായി ജനതാദൾ എസിനെ എല്ലാ ഘട്ടത്തിലും വിലയിരുത്തിയിട്ടുണ്ട്. മാത്രമല്ല കർണാടകത്തിൽ അവർ ഒരുമിച്ച് ഭരിക്കുകയുമാണ്. പക്ഷേ കോൺഗ്രസുമായി തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു സഖ്യം ഉണ്ടാക്കില്ല എന്നാണ് ജനതാദൾ എസ് ദേശീയ അധ്യക്ഷൻ HD ദേവഗൌഡ വ്യക്തമാക്കിയിരിക്കുന്നത്. മൂന്നാം മുന്നണി സംബന്ധിച്ച് ഇപ്പോൾ ചർച്ചയില്ലെന്നും ദേവഗൌഡ പറഞ്ഞു. പാലക്കാടാണ് ജനതാദൾ എസ് സംസ്ഥാന റാലിയിൽ പങ്കെടുത്ത് ദേവഗൌഡ ഇങ്ങനെ വ്യക്തമാക്കിയത്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രാദേശിക പാർട്ടികൾ ശക്തി പ്രാപിക്കുമെന്ന് ജനതാദൾ എസ് ദേശീയ അധ്യക്ഷൻ HD ദേവഗൌഡ പറഞ്ഞു. അടുത്ത സർക്കാർ രൂപീകരിക്കുന്നതിൽ പ്രാദേശിക പാർട്ടികൾ നിർണായക പങ്ക് വഹിക്കും. Regional parties are strong. Collectively after the election, they may come together and the leader will be selected by collectively by all the leaders of the regional parties. കോൺഗ്രസുമായി തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനതാദൾ സഖ്യമുണ്ടാക്കില്ലെന്നും ദേവഗൌഡ പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് ശേഷം സാഹചര്യം വിലയിരുത്തി പാർട്ടി നിലപാട് സ്വീകരിക്കും. മൂന്നാം മുന്നണി സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനമെടുക്കുമെന്നും ദേവഗൌഡ പറഞ്ഞു. Pre-election is not possible in all the states. No. Some states may have. In all the states, no. ജനതാ പാർട്ടികളുടെ ലയനം നിലവിൽ സാധ്യമല്ല. പല സംസ്ഥാനങ്ങളിലും വ്യത്യസ്ത നിലപാടാണ് ജനതാ പാർട്ടികൾ സ്വീകരിക്കുന്നതെന്നാണ് ദേവഗൌഡയുടെ പക്ഷം. ശബരിമലയിൽ BJP രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചെന്നും ദേവഗൌഡ പറഞ്ഞു. റഫാൽ ഇടപാടിൽ പ്രധാനമന്ത്രി മൗനം വെടിയണം. പ്രധാനമന്ത്രി പാർലമെന്റിനെ കാര്യങ്ങൾ ബോധിപ്പിക്കുകയാണ് വേണ്ടതെന്നും HD ദേവഗൌഡ പറഞ്ഞു. 24 പാലക്കാട്. കോഴിക്കോട് MK രാഘവൻ തന്നെ UDFന്റെ സ്ഥാനാർത്ഥിയാകും ഏതാണ്ട് ഉറപ്പിച്ചിരിക്കുകയാണ്. ജില്ലാ നേതൃത്വവും ആ നിലപാട് തന്നെ സ്വീകരിച്ചിരിക്കുന്നതുകൊണ്ട് അദ്ദേഹം ഏതാണ്ട് പ്രചാരണം ആരംഭിച്ച മട്ടാണ്. MK രാഘവൻ നയിക്കുന്ന ജനഹൃദയ യാത്ര ഫെബ്രുവരി 18 നരിക്കുനിയിൽ നിന്നാണ് ആരംഭിക്കാൻ പോകുന്നത്. പരാജയപ്പെടാൻ പോകുന്നു എന്ന CPM-ന്റെ പ്രഖ്യാപനമാണ് MK രാഘവനെതിരായ കേസെന്നും വ്യക്തിഹത്യാ രാഷ്ട്രീയത്തിനെതിരെ കോഴിക്കോടൻ ജനത മറുപടി പറയുമെന്നും DCC അധ്യക്ഷൻ T സിദ്ദിഖ് പറഞ്ഞു. MK രാഘവന് ഒരു തവണ കൂടി അവസരം ലഭിച്ചാൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയം സമ്മാനിക്കണമെന്ന ജനമഹായാത്രയ്ക്കിടെ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കൊടുവള്ളിയിൽ പ്രസംഗിച്ചിരുന്നു. തൊട്ടുപുറകെ MK രാഘവനായി വോട്ട് ചോദിച്ച് ബാലുശ്ശേരിയിലടക്കം പോസ്റ്ററുകളും പ്രചരണവും പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ ജില്ലാ UDF കോൺഗ്രസ് നേതൃത്വങ്ങൾ മൗനം പാലിച്ചു. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി MK രാഘവൻ MP മണ്ഡലത്തിൽ നടത്തുന്ന ജനഹൃദയ യാത്ര പ്രഖ്യാപിച്ചതോടെ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം ജില്ലാ UDF നേതൃത്വം അരക്കിട്ട് ഉറപ്പിക്കുകയാണ്. CPM ഇതുപോലെ സ്ഥാനാർത്ഥികൾ മത്സരിക്കും, അവരുടെ വ്യക്തിഹത്യ നടത്തി തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറില്ല. അതിൻ്റെ ഒരു തന്ത്രമാണ് MK രാഘവനെതിരെ ഇപ്പോൾ പ്രയോഗിച്ചിരിക്കുന്നത്. അഴിമതി ആരോപണത്തിൽ MK രാഘവനെതിരായി കേസെടുത്ത സംഭവം അദ്ദേഹത്തെ വ്യക്തിപരമായി തേജോവധം ചെയ്യുക എന്ന ഉദ്ദേശത്താലാണ്. മോദി കേന്ദ്രത്തിൽ നടത്തുന്ന വ്യക്തിഹത്യാ രാഷ്ട്രീയം CPM കേരളത്തിൽ പ്രയോഗിക്കുന്നു. ഇതിന് കോഴിക്കോടൻ ജനത മറുപടി പറയുമെന്ന് പറഞ്ഞ T സിദ്ദിഖ് CPM നേതാക്കളെ പരസ്യ സംവാദത്തിന് വെല്ലുവിളിക്കുകയും ചെയ്തു. MK രാഘവന്റെ 2004-2005 കേസിന് വിഷയത്തെ തുറന്ന് എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പിൽ കേസെടുത്തു? ആ ചോദ്യത്തിന് മറുപടി പറയേണ്ട CPM. ഇത് മൂന്നാം തവണയാണ് MK രാഘവൻ കോഴിക്കോട് ജനവിധി തേടാൻ ഇറങ്ങുന്നത്. 2009 CPIM-ന്റെ മുഹമ്മദ് റിയാസിന് മുന്നിൽ കഷ്ടിച്ചു കടന്നുകൂടിയ MK രാഘവൻ 2014 ഭൂരിപക്ഷം 838 നിന്ന് 16,883 ഉയർത്തി. പരാജയപ്പെടുത്തിയത് വിജയരാഘവനെ. ഹാട്രിക് വിജയം ഉന്നമിട്ടാണ് MK രാഘവൻ ജനഹൃദയ യാത്രയ്ക്കൊരുങ്ങുന്നത്.
ഫെബ്രുവരി 18-ന് നരിക്കുനിയിൽ ആരംഭിക്കുന്ന യാത്ര മാർച്ച് 1-ന് രാമനാട്ടുകരയിൽ സമാപിക്കും. 24 കോഴിക്കോട്. ഇനി ആറ്റിങ്ങൽ മണ്ഡലമാണ് ഇലക്ഷൻ ട്രെൻഡിൽ. ആറ്റിങ്ങലിൽ എ സമ്പത്തിനെ തന്നെ CPIM വീണ്ടും സ്ഥാനാർത്ഥിയാക്കിയേക്കും. മണ്ഡലം തിരിച്ചുപിടിക്കാൻ അടൂർ പ്രകാശിനെ നിയോഗിച്ചാലോ എന്നാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. BJP പരിഗണിക്കുന്നവരിൽ മുൻ DGP TP സെൻകുമാർ അടക്കമുള്ളവരുണ്ട്. ചാഞ്ഞും ചെരിഞ്ഞും ഇരുമുന്നണികൾക്കൊപ്പം നിന്ന ആറ്റിങ്ങൽ ഇപ്പോൾ ഇടതു കോട്ടയെന്നാണ് അറിയപ്പെടുന്നത്. 1991 മുതൽ മണ്ഡലം ഇടതു ചേരിയിലാണ്. 71 മുതൽ 89 വരെ കോൺഗ്രസ് ചേരിയിലായിരുന്നു മണ്ഡലം. അന്ന് മണ്ഡലം ചിറയൻകീഴായിരുന്നു. ഇവിടെ അടിതെറ്റിയവരിൽ R. ശങ്കർ, വയലാർ രവി, K. അനിരുദ്ധൻ, സുശീല ഗോപാലൻ എന്നിവരുമുണ്ട്. തുടർച്ചയായ 2 തവണയടക്കം 3 തവണ വിജയിച്ച എ സമ്പത്തിനെ മണ്ഡലം നിലനിർത്താൻ വീണ്ടും ഇവിടെ CPIM നിയോഗിച്ചേക്കും. ജനപ്രതിനിധി എന്ന നിലയിൽ സമ്പത്തിന്റെ പരിചയം വോട്ടാക്കി മാറ്റാനാണ് CPIM ലക്ഷ്യം. DYFI സംസ്ഥാന സെക്രട്ടറി A. റഹീമിന്റെ പേരും പരിഗണിക്കുന്നുണ്ട്. 1971 വയലാർ രവിയിലൂടെയാണ് മണ്ഡലം കോൺഗ്രസ് പക്ഷത്തായത്. 77 വയലാർ രവി ജയിച്ചു. 80 AK ആന്റണിക്കൊപ്പം ഇടതുപക്ഷത്തായിരുന്ന വയലാർ രവിയെ കോൺഗ്രസ് ഐയിലെ A. റഹീം തോൽപ്പിച്ചു. 84 89 കോൺഗ്രസിലെ തലേക്കുന്നിൽ ബഷീർ ജയിച്ചു. 91 സുശീല ഗോപാലൻ 1106 വോട്ടിന് ജയിച്ചതോടെ മണ്ഡലം പിന്നീട് ഇടതുപക്ഷത്തെ കൈവിട്ടിട്ടില്ല. തുടർച്ചയായ 3 ജയത്തിലൂടെ വർക്കല രാധാകൃഷ്ണൻ ഹാട്രിക്കും തികച്ചു. മണ്ഡലം തിരിച്ചുപിടിക്കാൻ പല പേരുകളും കോൺഗ്രസ് പരിഗണിക്കുന്നുണ്ട്. മുൻ മന്ത്രിയും റാന്നി MLAയുമായ അടൂർ പ്രകാശിന്റെ പേരിനാണ് മുൻതൂക്കം. തച്ചടി പ്രഭാകരന്റെ മകനും IAS ഉദ്യോഗസ്ഥനുമായ ബിജു പ്രഭാകരന്റെ പേരും പരിഗണനയിലുണ്ട്. BJP സ്ഥാനാർത്ഥിയായി പറഞ്ഞു കേൾക്കുന്നത് മുൻ DGP TP സെൻകുമാറിന്റെ പേരാണ്. BDJSും ആറ്റിങ്ങലിൽ നോട്ടമിട്ടിട്ടുണ്ട്. വർക്കല, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, നെടുമങ്ങാട്, വാമനപുരം, അരുവിക്കര, കാട്ടാക്കട എന്നീ 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ആറ്റിങ്ങൽ. ഇതിൽ 6ലും വിജയിച്ചത് ഇടതുപക്ഷമാണ്. ആനന്ദ് കൊട്ടില, 24 തിരുവനന്തപുരം. 2008 മണ്ഡല പുനഃക്രമീകരണത്തിൽ ചിറയൻകീഴാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലമായി മാറിയത്. പിന്നീട് നടന്ന 2 തെരഞ്ഞെടുപ്പുകളിലും CPIMന്റെ A സമ്പത്താണ് ആറ്റിങ്ങലിൽ നിന്ന് ജയിച്ച് ലോക്സഭയിലേക്ക് എത്തിയത്. ഇപ്പോഴും മണ്ഡലത്തിലെ ആ ഇടതു സ്വഭാവം മാറിയിട്ടില്ല എന്ന് തന്നെയാണ് പറയാനാവുക. തിരുവനന്തപുരം ജില്ലയിലെ വർക്കല, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, നെടുമങ്ങാട്, വാമനപുരം, അരുവിക്കര, കാട്ടാക്കട എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം. മണ്ഡല രൂപീകരണത്തിന് ശേഷം 2009 നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ A സമ്പത്ത് കോൺഗ്രസിന്റെ പ്രൊഫസർ G. ബാലചന്ദ്രനെയാണ് പരാജയപ്പെടുത്തിയത്. 18,341 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അന്ന് സമ്പത്തിന് ലഭിച്ചത്. സമ്പത്തിന് 3,28,036 വോട്ടുകൾ ലഭിച്ചപ്പോൾ പ്രൊഫസർ G. ബാലചന്ദ്രൻ 3,09,695 വോട്ടുകളാണ് നേടിയത്. 2014 നടന്ന തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി 2ാം വട്ടവും സമ്പത്ത് മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു കയറി. കോൺഗ്രസിന്റെ ബിന്ദു കൃഷ്ണയെ 69,378 വോട്ടുകൾക്കാണ് സമ്പത്ത് തോൽപ്പിച്ചത്. സമ്പത്തിന് മൊത്തം 3,92,478 വോട്ടുകൾ ലഭിച്ചപ്പോൾ ബിന്ദു കൃഷ്ണയ്ക്ക് 3,23,100 വോട്ടുകളാണ് ലഭിച്ചത്. സമ്പത്തിന് 45.67% വോട്ടുകൾ ലഭിച്ചപ്പോൾ ബിന്ദു കൃഷ്ണയ്ക്ക് 37.60% വോട്ടുകളാണ് ലഭിച്ചത്. 2009 തെരഞ്ഞെടുപ്പിൽ നിന്ന് 2014 എത്തിയപ്പോൾ ഭൂരിപക്ഷത്തിൽ 50,000-ലേറെ വോട്ടുകളുടെ വർധനവുണ്ടാക്കാൻ സമ്പത്തിനായി. 1996 സമ്പത്ത് തന്റെ 34-ാം വയസ്സിൽ ചിറയൻകീഴ് മണ്ഡലത്തിൽ നിന്നായിരുന്നു ആദ്യമായി ജയിച്ച് ലോക്സഭയിലെത്തിയത്. ഇലക്ഷൻ ഡെസ്ക് 24. ഇനി ഇലക്ഷൻ പിച്ചിൽ പഞ്ചാബ്. നമുക്കറിയാം, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJP പ്രധാന രാഷ്ട്രീയ കക്ഷി അല്ലാത്ത സംസ്ഥാനങ്ങളിൽ ഒന്നാണ് പഞ്ചാബ്. BJPയുടെ സഖ്യകക്ഷികളായ ശിരോമണി അകാലിദളും കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള ത്രികോണ മത്സരമായിരിക്കും ഇത്തവണ പഞ്ചാബിൽ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2017 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10 വർഷത്തിന് ശേഷം കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്തിയ സംസ്ഥാനമാണ് പഞ്ചാബ്. അതിനു മുമ്പുള്ള 10 വർഷം ഭരിച്ചിരുന്നത് BJPയുടെ സഖ്യകക്ഷിയായ ശിരോമണി അകാലിദളാണ്. ആം ആദ്മി പാർട്ടിക്കും തരക്കേടില്ലാത്ത സ്വാധീനമുള്ള ഒരു സംസ്ഥാനമാണ് പഞ്ചാബ്. അതുകൊണ്ട് തന്നെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ 3 പാർട്ടികളും തമ്മിലായിരിക്കും മത്സരമുണ്ടാവുക. 117 നിയമസഭാ മണ്ഡലങ്ങളും 13 ലോക്സഭാ മണ്ഡലങ്ങളുമുള്ള പഞ്ചാബിൽ ഇത്തവണ ഒരു ത്രികോണ മത്സരത്തിനാണ് ഇതുവരെയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ച് ഉള്ള സാധ്യതകൾ. ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ കൂടിയാകും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ്.
ഏതായാലും കോൺഗ്രസ് കുറെ കൂടി നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ആരംഭിക്കുകയും അതിനുള്ള മറ്റ് സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീടുള്ള ശിരോമണി അകാലിദളും BJPക്കൊപ്പം ചേർന്ന് മത്സരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കഴിഞ്ഞു. ആം ആദ്മി പാർട്ടി ആകട്ടെ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിഭിന്നമായി വലിയ തരത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് പഞ്ചാബിൽ. പഞ്ചാബ് നിയമസഭയിലുള്ള 20 MLA-മാരിൽ ഏതാണ്ട് 8ഓളം പേർ ഇപ്പോൾ തന്നെ വിമതസ്വരം ഉയർത്തുകയും അവർ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം രാജിവെക്കാനുള്ള ശ്രമത്തിലുമാണ്. അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടി അത്ര വലിയൊരു ശക്തിയായി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം കാർഷിക പ്രശ്നങ്ങൾ ഇപ്പോഴും രൂക്ഷമായി തുടരുകയാണ്. ഒരു സമൃദ്ധമായ അല്ലെങ്കിൽ ഒരു സമ്പന്നമായ സംസ്ഥാനം എന്ന നിലയിലേക്ക് കാർഷിക മേഖലയെ കൊണ്ടുവരാൻ ഇതുവരെയും പഞ്ചാബ് സർക്കാരിനായിട്ടില്ല. ഇത് പ്രതിപക്ഷം വലിയ രീതിയിൽ ഉന്നയിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുപോലെ തന്നെ കർത്താപൂർ വിഷയവും ഒപ്പം ഏറ്റവും ഒടുവിലായി കശ്മീരിൽ നടന്ന ഭീകരാക്രമണമെല്ലാം പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചാ വിഷയമാകും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനേക്കാൾ കൂടുതൽ ലോക്സഭാ സീറ്റുകൾ നേടാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചാബിൽ 4 സീറ്റുകളാണ് ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ചത്, കോൺഗ്രസിനാകട്ടെ 3. ഇത്തവണ 10 സീറ്റെങ്കിലും നേടുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നത്. അതോടൊപ്പം തന്നെ മുഖ്യ പ്രതിപക്ഷമായ അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തോളം ഭരിച്ചിരുന്ന ശിരോമണി അകാലിദൾ വളരെ ശക്തമായൊരു സാന്നിധ്യമാകാൻ ശ്രമം നടത്തുന്നുമുണ്ട്. ഏതായാലും ത്രികോണ മത്സരമാണ് പഞ്ചാബിൽ ഉണ്ടാകാൻ പോകുന്നതെങ്കിൽ വളരെ ശക്തമായൊരു പോരാട്ടത്തിനായിരിക്കും പഞ്ചാബ് സാക്ഷ്യം വഹിക്കുക. സംസ്ഥാനത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നണികളുടെ ജാഥകൾ ആരംഭിച്ചിട്ടുണ്ട്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ ജാഥ നടക്കുന്നു. അതോടൊപ്പം തന്നെ ഇടതു മുന്നണിയുടെ 2 ജാഥകൾ, കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന ജാഥ, അതോടൊപ്പം കാനം രാജേന്ദ്രൻ നയിക്കുന്ന ജാഥ, ഈ 2 ജാഥകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും ഒരു തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇത്തരം ജാഥകളുടെ ലക്ഷ്യം 2ആണ്. ഒന്ന്, അണികളെ തെരഞ്ഞെടുപ്പിന് സജ്ജരാക്കുക. രണ്ടാമത്തത് ഫണ്ട് സ്വരൂപിക്കുക, ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഫണ്ട് സ്വരൂപിക്കുക. ആ മട്ടിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അണികളെ സജ്ജമാക്കുന്നതിൻ്റെ ഭാഗമായി മുന്നണികളുടെ ജാഥകളുടെ പര്യടനം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. കാനം രാജേന്ദ്രൻ നയിക്കുന്ന കേരള സംരക്ഷണ യാത്രയുടെ വടക്കൻ കേരളത്തിലെ പര്യടനം CPM ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉപ്പളയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം ചെയ്തു. കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥ ഇന്ന് തിരുവനന്തപുരം കാട്ടാക്കട മണ്ഡലത്തിലെ പേയാട് നിന്ന് പര്യടനം ആരംഭിച്ച് വാമനപുരം മണ്ഡലത്തിൽ സമാപിക്കും. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നയിക്കുന്ന ജനമഹായാത്ര എറണാകുളം ജില്ലയിലാണ് പര്യടനം നടത്തിയത്. കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന ഇടതുമുന്നണി തെക്കൻ മേഖലാ ജാഥ ഇന്ന് തിരുവനന്തപുരം കാട്ടാക്കട മണ്ഡലത്തിലെ പേയാട് നിന്നാണ് പര്യടനം ആരംഭിച്ചത്. അരുവിക്കരയിലെയും നെടുമങ്ങാടെയും പര്യടനത്തിന് ശേഷം ജാഥ വാമനപുരം മണ്ഡലത്തിൽ സമാപിച്ചു. ജാഥയുടെ ജില്ലയിലെ പര്യടനം നാളെ കിളിമാനൂരിൽ പൂർത്തിയാകും. കേരള സംരക്ഷണ യാത്രയുടെ വടക്കൻ കേരളത്തിലെ പര്യടനം CPIM ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉപ്പളയിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥ ഇന്നത്തെ പര്യടനം കാസർഗോഡ് സമാപിച്ചു. നാളെ കാഞ്ഞങ്ങാട് നിന്നാണ് 2ാം ദിന പര്യടനം ആരംഭിക്കുന്നത്. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നയിക്കുന്ന ജനമഹായാത്രയ്ക്ക് എറണാകുളം ജില്ലയിലെ ആദ്യ സ്വീകരണം അങ്കമാലിയിൽ നൽകി. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, AICC നേതാക്കൾ, KPCC നേതാക്കൾ തുടങ്ങിയവർ സ്വീകരണ സമ്മേളനങ്ങളിൽ പങ്കെടുത്തു. കേന്ദ്രം ഭരിക്കുന്ന മോദിയും സംസ്ഥാനം ഭരിക്കുന്ന പിണറായിയും ഒരേ തൂവൽ പക്ഷികളാണെന്ന് ചെന്നിത്തല പറഞ്ഞു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റിൽ 20ഉം UDF നേടുമെന്ന് മുല്ലപ്പള്ളിയും പറഞ്ഞു. ഓരോ സ്വീകരണ സ്ഥലങ്ങളിലും ജനങ്ങൾ നൽകുന്ന പിന്തുണ അത് ഉറപ്പിക്കുന്നുണ്ടെന്നും മുല്ലപ്പള്ളി കൂട്ടിച്ചേർത്തു. അങ്കമാലിയിലെ സ്വീകരണത്തിന് ശേഷം ആലുവ, പറവൂർ, വൈപ്പിൻ, കളമശ്ശേരി എന്നിവിടങ്ങളിലെ സ്വീകരണവും കഴിഞ്ഞ് എറണാകുളത്താണ് ജാഥ ഇന്ന് സമാപിക്കുന്നത്. 24 തിരുവനന്തപുരം, കാസർഗോഡ്, കൊച്ചി. ഇലക്ഷൻ ക്രോണിക്കിൾ. ഒന്നാം വാജ്പേയി സർക്കാരിൻ്റെ ആയുസ് 13 ദിവസമായിരുന്നെങ്കിൽ 2ാം സർക്കാരിൻ്റെ ഭാവി 13 മാസമായിരുന്നു. 13 മാസം പിന്നിട്ടപ്പോൾ അസ്വസ്ഥയായ ജയലളിത സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചു. അതോടെ വാജ്പേയി സർക്കാർ ന്യൂനപക്ഷമായി. സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ സർക്കാരിനായില്ല. 1 വോട്ടിൻ്റെ കുറവിനാണ് സർക്കാർ നിലംപൊത്തിയത്. ഇനി 13 വർഷക്കാലം തുടർച്ചയായി ഭരിക്കുമെന്ന പ്രഖ്യാപനത്തോടെയാണ് BJP 1999 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് കടന്നത്. ഹിന്ദുത്വ വികാരം മാറ്റിവെച്ച് തീവ്ര ദേശീയ വികാരം ഉയർത്തിവിടാനുള്ള ശ്രമമാണ് വാജ്പേയി സർക്കാർ തുടക്കം മുതൽ നടത്തിയത്. പൊഖ്രാനിലെ 2ാം അണുപരീക്ഷണവും കാർഗിലിൽ പാക് സൈനികർ നടത്തിയ നുഴഞ്ഞുകയറ്റത്തെ തകർത്ത ഇന്ത്യൻ സൈനിക വിജയവും
BJP പ്രധാന തെരഞ്ഞെടുപ്പ് പ്രചരണായുധമാക്കി. തമിഴ്നാട്ടിൽ DMK, ആന്ധ്രയിൽ തെലുങ്ക് ദേശം, ഒഡീഷയിൽ ബിജു ജനതാദൾ, പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ്, പഞ്ചാബിൽ ശിരോമണി അകാലിദൾ എന്നിങ്ങനെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും BJP പ്രാദേശിക കക്ഷികളുമായി സഖ്യങ്ങളുണ്ടാക്കി. ഇതിനിടെ കോൺഗ്രസിൽ നിർണായക മാറ്റങ്ങളുണ്ടായി. സീതാറാം കേസരിക്ക് പകരം പാർട്ടി അധ്യക്ഷ പദവി ഏറ്റെടുക്കണമെന്ന നേതാക്കളുടെ അഭ്യർത്ഥന സോണിയാഗാന്ധി അംഗീകരിച്ചു. എന്നാൽ വിദേശ പൗരയായ സോണിയാഗാന്ധിയെ അംഗീകരിക്കില്ലെന്ന നിലപാടുമായി ശരത് പവാർ, PA സാഗ്മ, താരിഖ് അൻവർ തുടങ്ങിയ പ്രമുഖർ കോൺഗ്രസ് വിട്ട് NCP രൂപീകരിച്ചു. കോൺഗ്രസിന്റെ ശക്തികേന്ദ്രമായ മഹാരാഷ്ട്രയിൽ പാർട്ടി നെടുകെ പിളർന്നു. 3 വർഷത്തിനിടയിൽ 3 തെരഞ്ഞെടുപ്പുകൾ കണ്ട ജനങ്ങൾക്കിടയിൽ തെല്ലും ആവേശമുണ്ടായിരുന്നില്ല. പോളിംഗ് 59.99% കുറഞ്ഞു. ഉയർന്ന പോളിംഗ് സിക്കിമിലും കുറഞ്ഞത് ജമ്മുകശ്മീരിലും രേഖപ്പെടുത്തി. ഫലം വന്നപ്പോൾ BJP 182 സീറ്റുകൾ നേടി. ബീഹാർ, ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ BJP മികച്ച പ്രകടനം കാഴ്ചവെച്ചു. കോൺഗ്രസിന്റെ നേട്ടം 114 സീറ്റുകളിൽ ഒതുങ്ങി. സോണിയാഗാന്ധി കർണാടകയിലെ ബെല്ലാരിയിൽ നിന്നും UPയിൽ അമേഠിയിൽ നിന്നും ജനവിധി തേടി. ബെല്ലാരിയിൽ BJPയുടെ സുഷമ സ്വരാജിനെയാണ് സോണിയ തോൽപ്പിച്ചത്. സോണിയാഗാന്ധിയുടെ സാന്നിധ്യം UPയിൽ കോൺഗ്രസിന് ഉന്മേഷം പകർന്നു. 1998-ൽ ഒരൊറ്റ സീറ്റിൽ പോലും ജയിക്കാതിരുന്ന കോൺഗ്രസിന് അവിടെ 10 സീറ്റുകൾ ലഭിച്ചു. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിലെ നില പരിതാപകരമായിരുന്നു. സമതാ പാർട്ടിയും ജനതാദൾ വിട്ടുവന്ന രാംവിലാസ് പാസ്വാൻ, ശരത് യാദവ് തുടങ്ങിയ നേതാക്കളുമെല്ലാം ചേർന്ന് രൂപീകരിച്ച ഐക്യ ജനതാദൾ 21 സീറ്റുകൾ നേടി. ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിൽ തെലുങ്ക് ദേശം 29 സീറ്റുകൾ നേടി കേന്ദ്രത്തിൽ നിർണായക ശക്തിയായി. തങ്ങളുടെ പല താൽപര്യങ്ങളും മാറ്റിവെച്ച് സഖ്യകക്ഷികളെ അനുനയിപ്പിച്ച് BJP സർക്കാർ രൂപീകരിച്ചു. അതേസമയം നെഹ്റു യുഗത്തിനും ഇന്ദിരായുഗത്തിനും രാജീവ് യുഗത്തിനും ശേഷം കോൺഗ്രസിൽ സോണിയ യുഗത്തിന് ആരംഭമായി. ഇലക്ഷൻ ഡെസ്ക് 24. തിങ്കളാഴ്ച കേരള കോൺഗ്രസ് മാണി വിഭാഗം എന്നിവ തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചയാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. മറ്റ് എല്ലാ ഘടകകക്ഷികളുമായും തിങ്കളാഴ്ച തന്നെ ചർച്ച നടത്താനും ഒറ്റ ദിവസത്തെ ഉഭയകക്ഷി ചർച്ചയിലൂടെ സീറ്റ് വിഭജനം പൂർത്തിയാക്കാനുമാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. ഇലക്ഷൻ ഗേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. You are watching 24 from News Headquarters, Kochi.